നമ്മുടെ പേരക്ക കണ്ടോ ഇതുപോലെ കമ്പൊടിയും ഇതാണ് കേട്ടോ നിറയെ തിങ്ങി നിറഞ്ഞ് പേരക്ക ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കമ്പിൽ നന്നായിട്ട് പേരക്ക കായ്ക്കാൻ വേണ്ടിയിട്ട്, പേരക്ക മാത്രമല്ല വീട്ടിൽ എന്തും കായ്ക്കാനും പൂക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെനച്ച പേരക്ക പറിച്ച് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഉപ്പും മുളകൊക്കെ കൂട്ടി പറിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പേരക്കയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മുടെ ഉലുവ. ഉലുവ എല്ലാവർക്കും അറിയുന്നതാണ്. ജമന്തി, റോസ്, അതുപോലത്തെ ബൊഗൈൻവില്ല ചെടീൻ്റെ ഒക്കെ കമ്പണ്ട് കട്ട് ചെയ്ത് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ എല്ലാ കമ്പിലും പെട്ടെന്ന് തളിർപ്പ് വന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പൂക്കൾ നിറയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ കറിവേപ്പിനൊക്കെ മുരടിപ്പ് കുറയാനും ഇലകൾ നിറയാനൊക്കെ സഹായിക്കും. ഇല ആദ്യം കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു വളം കറിവേപ്പിനാണെങ്കിൽ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു പിടി ഉലുവ എടുത്തു, അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ട് ഇതുപോലെ തുണിയിൽ അങ്ങ് കെട്ടി നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ഇട്ട് ഒരു 6-7 ദിവസം കൊണ്ട് വെക്കുക. നന്നായിട്ട് പുളിച്ച് വരുന്ന സമയത്ത് കഞ്ഞിവെള്ളത്തിലേക്ക് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നിങ്ങളുടെ ചെടിക്കൊക്കെ അങ്ങ് കൊടുക്കുക കേട്ടോ. മുരടിപ്പ് കുറയും ചെയ്യും, നന്നായിട്ട് വളരും. ഇതൊരു മാസത്തിൽ 2 തവണ കൊടുക്കുമ്പോഴേക്ക് തന്നെ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.